ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഇവിടെ നിന്ന് വെച്ചൊരു നോമ്പത്തോറയാണ് എൻ്റെ അമ്മാൻ്റെ മാമൻ്റെ വീട്ടിൽ വെച്ചിട്ടാട്ടോ. അപ്പം വലിയ പരിപാടിയൊന്നും അല്ലെങ്കിൽ ഒരു മിനിമം നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയിട്ട് ഒരു ചെറിയ പരിപാടിയൊക്കെ കൂടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വെച്ചിട്ടാട്ടോ നോമ്പത്തോറ. നമ്മൾ വാർപ്പിൻ്റെ മേലെ നല്ല അടിപൊളിയൊക്കെ സെറ്റാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ നോമ്പത്തോറ സെറ്റാക്കുന്നത് കേട്ടോ. അപ്പം അടുക്കളയിൽ ഓരോരുത്തരും ഓരോ പണിയിലൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ബ്ലോഗാക്കി ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാ. അങ്ങനെയാണ് ഞാനിത് എടുക്കുന്നത്. അപ്പം കുറച്ച് വലിയ വിഭവങ്ങളൊന്നും ഇല്ല, നമ്മളെ സാധാ വീട്ടിലൊക്കെ ഉണ്ടാക്കണ പോലെ കുറേ വിഭവങ്ങളാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. എന്തൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കണ ഒക്കെ വീട്ടിലുണ്ട്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഡെക്കറേഷൻ ചെയ്യുന്ന സമയം ഞാനവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ കണ്ടതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി കാണിച്ചു തരേണ്ടിയിട്ട് ഞാൻ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി ലൈറ്റൊക്കെ ഇടണം കേട്ടോ. ടടേ, ഇതാണ് നമ്മൾ ഡെക്കറേഷൻ. ഞാൻ പറഞ്ഞ നമ്മുടെ ടെറസിൻ്റെ മേലുള്ളതൊക്കെയാണ് ഇതൊക്കെ. നമ്മൾ ലൈറ്റൊക്കെ മേടിച്ചിട്ട് നമ്മളിതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒന്നും വിരിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഇപ്പം തന്നെ വിരിക്കണ്ടെന്ന് പറഞ്ഞ്, കാരണം സാധനങ്ങൾ കൊണ്ടുവരുന്ന ടൈം വിരിച്ചിടുക. കാരണം കുട്ടികൾ മേലൊക്കെ വന്നിട്ട് പോയിട്ടൊക്കെ കളിക്കണം. ലൈറ്റ് ഇട്ട് കൊടുക്കണില്ലെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയി കളിക്കാൻ. അപ്പം നമ്മൾ വിരിച്ചൊക്കെ ഒരു കുളമാക്കിയിട്ട് പോവല്ല. അതുകൊണ്ട് ഇപ്പം തന്നെ വിരിക്കണ്ട, നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരേണ്ട തൊട്ട് മുന്നായിട്ടൊന്ന് വിരിച്ചാൽ സെറ്റാക്കി വെക്കാൻ വിചാരിച്ചു. പിന്നെ നല്ല കാറ്റൊക്കെ കിട്ടും കേട്ടോ രാത്രിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു പ്ലേസ് ഉണ്ട്. ഇവിടെയൊക്കെ ഇറങ്ങി ഞാൻ കുറേ നടന്നിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വിരിക്കണ സമയം എനിക്ക് ചില ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചൊന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് ഇവിടുത്തെ വിഭവങ്ങൾ. എന്താണ്, മുളക് ബജ്ജി, സമൂസ, ചിക്കൻ പൊരിക്കുന്ന അവിടെ, അതൊക്കെയാണ് അവിടെ ഇവിടുത്തെ വിഭവങ്ങൾ. പിന്നെ എന്നുള്ളതാണ് നമ്മളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു. എന്നുവെച്ചാൽ നമുക്കൊരു അതൊരു ഫ്രൂട്ട്സ് ഒരു പാത്രത്തിൽ, കടികളൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചു. അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മേലെ പോയിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ വളരെ ത്രില്ലിലിരിക്കണം. ടൈം എങ്ങനെയോ അവിടെ എങ്ങനെ ഞാൻ പിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കുന്നതൊക്കെ മുന്നായിട്ട് ഞാൻ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഓരോന്നായി മേലൊക്കെ എടുത്തേക്കാൻ പോവുക കേട്ടോ. ഫ്രൂട്ട്സായിട്ട് വാട്ടർ മെലൺ ഉണ്ട്, നമ്മളെ ബ്ലാക്ക് മുന്തിരി ഉണ്ട്, പിന്നെ പച്ചമുന്തിരി ഉണ്ട്, മൊസമ്പി ഉണ്ട്, ആപ്പിൾ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ കുറേ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മേലൊക്കെ പോവുകയാണ്. എന്തോ ഹെൽപ്പിന് എന്നെ വിളിച്ചിട്ടോ അവിടെ വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ മേലേക്ക് പോവുകയാണ് വിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനും എൻ്റെ കസിനും അവളെ അനിയത്തിയും എൻ്റെ 2 അനിയത്തിമാരുമാണ്. എൻ്റെ രണ്ടാമത്തെ അനിയത്തിയായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ രണ്ടാമത്തെ അനിയത്തി. ഇത് കുഞ്ഞല്ലേ, വരാൻ പറ്റൂലല്ലോ. ഓക്കെ, ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളിതാ വിരിക്കാനുള്ള തത്രപ്പാടിലാണ്. ദാർപ്പായായിട്ട് ആദ്യം വിരിക്കണത്. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളടുത്ത് പറയുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ഇവിടെ വിരിച്ചെടുക്കുന്നു. ഞാനും എൻ്റെ ഉമ്മൻ്റെ മാമൻ കൂടിയാണ് വിരിച്ചത്. ഞാൻ ബാക്കി എല്ലാവരും ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോടൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ അത് മാത്രമല്ല, അതിൻ്റെ മേലെ നമ്മളെ കട്ടിയുള്ള നമ്മളെ കമ്പിളി ഉണ്ടല്ലോ അത് വിരിക്കും. അവൻ ഇവിടുത്തെ പ്രകൃതികൾ കാണും. അപ്പം ബാങ്ക് കൊടുത്തു ഗൈസ്. അപ്പം ഞാൻ ബിസ്മി ചൊല്ലിയിട്ട് ഞാൻ ഈത്തപ്പഴം കഴിച്ചു കേട്ടോ. അപ്പം ഈത്തപ്പഴം കഴിക്കാൻ 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാൻ ഈത്തപ്പഴം കഴിയണില്ല സംഭവം. കാരണം ഈത്തപ്പഴം ഞാൻ ഈത്തപ്പഴം വെച്ചിട്ടല്ല ഞാൻ നോമ്പ് തുറക്കാറുള്ളത്. ഞാൻ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ തുറക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ വെള്ളം കുടിച്ചു. വെള്ളം നമ്മുടെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നാരങ്ങ വെള്ളം കുടിക്കണം, നല്ല ദാഹം ഉണ്ടായിരുന്നു. ചടിക്കണ്ട് കുടിച്ച് തീർത്തിട്ട് പിന്നെ ഞാൻ എന്താ സാധനം അടുത്തതെടുക്കും എന്ന് നോക്കിയിരിക്കുകയാണ്. എടുത്തത് ഞാൻ ആപ്പിൾ എടുത്തു കഴിച്ചു. ഫ്രൂട്ട്സിൽ ആപ്പിളായിട്ട് ഞാൻ കഴിച്ച ഫ്രൂട്ട്സിൽ. ഇതൊക്കെയാണ് ഫ്രൂട്ട്സായിട്ട് വരുന്നത്. എന്താണ് വാട്ടർമെലൺ, മുന്തിരി, അങ്ങനത്തെ ഐറ്റംസ് ആയിട്ടായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ. ചിലപ്പോൾ പിന്നെ ജ്യൂസാട്ടോ ഞാൻ കുടിച്ചത്. ആ മാംഗോ ജ്യൂസ് നല്ല അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സമൂസയും കൂടി തിന്നിട്ടുണ്ട്. ഇതിൻ്റെ നോമ്പ് തുറ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ബൈ ബൈ.